ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 വർഷഫലം. അത് ചിത്തിര നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് പറയുന്നത്. ചിത്തിര നക്ഷത്രക്കാര് 2 രാശികളിലായിട്ട് നിൽക്കുന്നു. 2 രാശികളിലായിട്ട് നിൽക്കുന്നവർക്കും അഭിവൃദ്ധിയുടെ ഒരു വർഷമാണ്. വ്യാഴത്തിൻ്റെ അവസ്ഥ കൊണ്ടും മറ്റ് രാഹു ഒക്കെ മാറുന്നതുമൊക്കെ വളരെ അനുകൂലമാണ്. എന്നാൽ കന്നിരാശിക്കാരായിരിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് കണ്ടകശനിയൊക്കെ ആരംഭിക്കുന്ന കാലമാണ്. അപ്പോൾ ചില അലസതയൊക്കെ വന്നു പെടാതെ വളരെ ശ്രദ്ധിക്കുകയും വേണം. പ്രവർത്തന രംഗത്ത് തീക്ഷ്ണമായ രീതിയിലുള്ള ബുദ്ധി പ്രയോഗിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, അലസതയൊക്കെ വെടിഞ്ഞ് കൃത്യനിഷ്ഠയോടുകൂടി തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. അങ്ങനെയായാൽ തൊഴിൽപരമായ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് 2025 വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരും. പ്രതീക്ഷിക്കുന്നതിൽ 4 ഇരട്ടി വരുമാനം വന്നു ചേരുവാൻ യോഗമുള്ള ഒരു വർഷമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് 2025. ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യം തൃപ്തികരമായി. മറ്റൊരു കാര്യം, ഉദ്ദേശിച്ച രീതിയിൽ സ്വന്തം പേരിൽ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങുന്നതിനോ, സ്വന്തം പേരിൽ ഒരു ഭൂമിയും ഗൃഹവും കൂടി വന്നു ചേരുന്നതിനോ കുറച്ച് കടമൊക്കെ വരാൻ സൂചനയുണ്ട്. എന്നിരുന്നാലും അതൊക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി സാധിക്കുന്ന ഒരു വർഷം. ഉത്തമ വാഹനം വന്നു ചേരുന്നതിനും യോഗമുണ്ട്. പലതരത്തിലും ദമ്പതികളായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കാരണവുമില്ലാതെ കേസോ, അതായത് നിയമജ്ഞന്മാരുമായിട്ടും നിയമപാലകന്മാരുമായിട്ടുമൊക്കെ ബന്ധപ്പെടേണ്ട ഒരു അവസരമൊക്കെയാണ് കഴിഞ്ഞു പോയത്. 2025 അങ്ങനെയുള്ള കേസുകളൊക്കെ ഒത്തുതീർപ്പായി ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ജീവിതത്തിന് ഒരു അടിത്തറ ഉണ്ടാകുവാനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും അതുപോലെ തന്നെ ഉത്തമ സന്താന യോഗത്തിനുള്ള ഒരു വർഷവും കൂടിയാണ് അത്. വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർ, ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക്, വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരും. ശനിയുടെയൊക്കെ ആ പിടുത്തം വിദ്യാഭാവത്തിലെ മാറുകയും ബുദ്ധിവൈഭവങ്ങൾ തെളിയുന്നതിനും ശ്രദ്ധാലുക്കളായിട്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നതിനും അധ്യാപകരുടെയും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കുമൊക്കെ വളരെ സ്നേഹം വർദ്ധിക്കുന്നതിനും അതുവഴി വളരെ പല നല്ല വിജയങ്ങൾ വന്നു ചേരുവാൻ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് യോഗമുണ്ട്. സഹോദര സ്ഥാനീയരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും. അതായത് ഒരു ജോലിയൊക്കെ അന്വേഷിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് കിട്ടാതിരിക്കുകയാണെങ്കിൽ സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ മുഖാന്തരം വിദേശത്ത് പോയി ജോലി ലഭിക്കുവാനും നല്ല ഉയർച്ച ഉണ്ടാകുവാനും പടിപടിയായി ഉയർച്ച വന്നു ചേരുവാനും ഒക്കെ ചിത്തിര നക്ഷത്രക്കാർക്ക് 2025 ഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന ഒരു യോഗം അതിനുവേണ്ടി കരുതിയിരിക്കും. മാതാപിതാക്കളിൽ നിന്നും അകന്നു കഴിയുന്നവരായാലും മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കുവാൻ യോഗമുള്ള ഒരു വർഷമാണ് 2025. വിവാഹം കഴിഞ്ഞിട്ടായാലും അതിന് മുൻപായാലും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ പറ്റാത്ത ചിത്തിര നക്ഷത്രക്കാർ ഈ വർഷം അതിന് ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വന്നു ചേർന്ന് സന്തോഷകരമായ ഈ കുടുംബത്ത് ഒത്തൊരുമിച്ച് മുൻപോട്ട് പോയി വിജയിക്കുവാൻ യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കള്ളന്മാരിൽ നിന്ന് ഒക്കെ വളരെ ശ്രദ്ധ വേണം. ധനം കയ്യിൽ കൊണ്ടു നടക്കുമ്പോഴും മറ്റ് ഏതെങ്കിലും തരത്തിലൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ, അതായത് വായ്പ കൊടുത്തുപോയി പിന്നെ അത് തിരിച്ചു കിട്ടുകയില്ല, കള്ളം കൊണ്ടുപോയതിൻ്റെ തുല്യതയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ചെറിയ ഒരു പൈസ തുക കടം മേടിച്ചു അല്ലെങ്കിൽ ലോൺ എടുത്തു, കൊടുത്തപ്പം 10 ഇരട്ടി കൊടുക്കേണ്ടി വന്നു, അതും ഒരു കള്ളൻ കൊണ്ടുപോകുന്നതിന് തുല്യമാണ്. അങ്ങനെയൊക്കെ ഒരു ദോഷമുണ്ടെങ്കിൽ അങ്ങനെ അത് വന്നു ഭവിക്കാതെ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് മൂലം
വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കും അധപ്പതനത്തിലേക്കും ചാടാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കരാർ ഉടമ്പടികളിൽ ഒപ്പുവെച്ചുള്ള സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ ഗൃഹവുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ്. മധ്യവയസ്കരായിരിക്കുന്നവർക്കും ഒക്കെ നല്ല ഒരു വർഷമാണ് 2020. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ദേവിയമ്മയ്ക്ക് പായസവും മാല, എണ്ണ ഒക്കെ സമർപ്പിക്കുക. ലളിതാ സഹസ്രനാമം സ്ഥിരമായി ജപിക്കുന്നതും തേജസ്സും ഓജസ്സും ഒക്കെ വർദ്ധിക്കുകയും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും അധ്യാപകർക്കും ഒക്കെ കാര്യസാധ്യവും വിജയവും വന്നിച്ചു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.